പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ചയാണ്, ഏപ്രിൽ 9-ാം തീയതി. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ ജീവിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ. ഇങ്ങനൊരു അവസരത്തിൽ കിട്ടിയൊരു നന്ദി പറയണം കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും നീ ഒറ്റക്കാകുകയില്ല. നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അമ്മയും, നിന്റെ വിഷയം ഏറ്റെടുക്കാൻ ലോകത്തിന് മുഴുവൻ പാപഭാരങ്ങൾ സ്വന്തം കുരിശിലെ തിരുത്തോളിലേറ്റിയ കർത്താവ് നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് അങ്ങയുടെ മക്കൾ, ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, 10,000-കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാൻ ആകുന്നത് നീ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ്. ദൈവത്തിലെ നീ കർത്താവിന് സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത്. അത് നിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. അത് സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് എപ്പോഴും ഒരു കടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം. കർത്താവെ, മനുഷ്യരുടെ മുമ്പിൽ നീ ഏറ്റുപറയുന്നവനെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുന്ന അരുളി ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത്. ദൈവത്തിലെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർജിക്കുന്ന മക്കളെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം ആവഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കുന്ന നല്ലത് കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം അവരുടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ അവർ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഡിതരും ദുരിതങ്ങളാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും തൊഴിൽപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി എന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, Lord, and peace His Spirit. കർത്താവേ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആരെ വിചാരിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്നുവോ, എന്ത് വിഷയം വിചാരിച്ച് ഭാരപ്പെടുന്നു, അത് ഈ നിമിഷം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപെടുക്കുന്നവർക്കും നോൻപ് ജീവിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വർത്തമാനം പലതും നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊന്നും മനസ്സിലാകാത്തത്. കാര്യം എന്താ? നിങ്ങൾ നോൻപിലല്ല, അതുകൊണ്ടാണ്. ഒരു നോൻപ് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 19:44 നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതായത് ഇത് നോൻപ് കാലത്തെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. കർത്താവ് വചനപാടി എതിരേറ്റ് ജനക്കൂട്ടത്തിൻ്റെ ജനലക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി ജെറുസലേം കവാടത്തിൽ വരുമ്പോൾ, ജെറുസലേം ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോൾ കർത്താവ് കണ്ണീർ പൊഴിക്കും. കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പണ്ട് ലാസറിൻ്റെ ശവകുടീരത്തിൽ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസർ ഞായറാഴ്ച. പിന്നെ ഓശാന ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ. ലാസറിൻ്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ചാലും ഓശാന ഞായറാഴ്ച ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന്, ദൈവത്തിൻ്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? നോക്കൂ, അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യോഹന്നാൻ 11:35-36 വാക്യങ്ങൾ. യേശു കണ്ണീർ പൊഴിച്ചു. യേശു കണ്ണീർ പൊഴിച്ചു. ദാസന്റെ ശവകുടീരത്തിലാണ് ഇത് സംഭവം. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അത് തന്നെയാണ്
ജെറുസലേം ദേവാലയത്തെ കാണുമ്പോഴും ജെറുസലേം പട്ടണം കാണുമ്പോഴും ഹോശാന ഞായറാഴ്ച, ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഹോശാന ഞായറാഴ്ചയും കർത്താവിൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടും. രണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു കാര്യമാണ് പറയുന്നത്, നോക്കൂ അവനെന്തുമാത്രം അവനെ അല്ലെങ്കിൽ അവരെ, അതായത് ലാസറിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്ന് അല്ല. എല്ലാവരും ലാസറായിട്ടാണ് ഈശോ കരുതുന്നത്. ജെറുസലേം പട്ടണത്തിലുള്ള 10,000 മനുഷ്യരെ കണ്ടിട്ടാണ്, അല്ലാതെ കല്ലും മണ്ണും കണ്ടിട്ടല്ല. ആ മനുഷ്യരെ കണ്ടിട്ടാണ് കണ്ണീർ വാർത്തത്. ലാസർ ഞായറാഴ്ച ഒരാളെ കണ്ടിട്ട് കണ്ണീർ വാർത്ത കർത്താവ് ഹോശാന ഞായറാഴ്ച 1,000 പേരെ കാണുമ്പോൾ കണ്ണീർ വാർക്കുകയാണ്. എന്താണ്? അത് അപ്പായുടെ കണ്ണുനീരാണ്. ഈശോ ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നെന്ന് പറയത്തില്ലേ? ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ കണ്ണുനീര് പിതാവിൻ്റെ കണ്ണുനീരാണ്. യോഹന്നാൻ 14:9. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? അത് നീ എന്നെ അറിയുന്നില്ലേ? സങ്കടമാ. ഇത് ഫിലിപ്പോസ് എന്ന് പറയണത് കർത്താവിനെ അറിയാത്ത 10,000 മനുഷ്യരുടെ മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിനുണ്ടാകുന്ന ചങ്കിൻ്റെ വേദനയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്നത് അവിടെ ഫിലിപ്പോസ് അല്ല. കർത്താവിനെ അറിയാത്ത, ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞു പോകുമ്പോൾ, കാലയവനികൾ തിരോഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ്. അങ്ങനെ മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനുള്ള കാലമാണ് നോൻപ് കാലം. ആ കാലത്തിലെല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണീരിൻ്റെ കാരണം 3:16 എന്താണ്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പിതാവിൻ്റെ കണ്ണുനീരാണ് ഹോശാന ഞായറാഴ്ച ജെറുസലേമിലെ 10,000 മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണുനീർ വീഴുന്നത് പിതാവാണ്. ഇതിന് പാട്രി പസിയോണിസം എന്ന് പറയും. പിതാവ് യേശുവിലൂടെ കരയുന്നു. അതാണ് നിന്റെ ഭവനം. പിന്നെയാണത് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ്. എന്താണ്? ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യവുമായിരിക്കുന്നു. ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യമായിരിക്കുന്നു. എന്താണ് കാരണം? എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന്. ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ്. അടുത്ത നോൻപിന് നമ്മൾ എത്ര പേരുണ്ടാവുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ആരോഗ്യന്മാർ പോലും കടയറ്റ് വീഴുന്നൊരു കാലഘട്ടമാണ്. നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. അത് കർത്താവ് പറയണത്, ഇതാ എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം, അവസരം നീ അറിഞ്ഞില്ല. ഈ നോൻപിനെ ഇനിയും നോൻപിൻ്റെ അരുവിലെ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ നിമിഷം പിതാവിൻ്റെ ചങ്കിൻ്റെ വേദന കർത്താവിൻ്റെ കണ്ണിലൂടെ വന്ന കണ്ണുനീരായി തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ അനുതാപത്തിലേക്ക് വിളിച്ച് ആ വിളി കേട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം. കർത്താവിനോട് ഐക്യദാർഢ്യം പുലർത്താം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ മനസ്താപനം ചെല്ലുമ്പോഴേ എനിക്ക് ഉള്ളിൽ ചിരി വരും. എന്താ കാര്യം? എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകളൊന്നാം മനസ്താപനം. അതിനകത്ത് പറയണത്, ഈ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അത് സഹിക്കാൻ പറ്റാത്ത സംഭവമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തൊരു നുണയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ? പാവം ചെയ്യാമെന്ന് പിന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തരം ദൈവത്തിനോട് കെട്ടിയെഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കണത്. അപ്പം ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഈ സ്വയം വഞ്ചന മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മനസ്താപമെന്ന് പറയണത് അത് ചെലണാക്കാൻ നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതാണ് അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഹൃദയത്തിൽ ദൈവസ്നേഹം വരുമ്പോൾ, ദൈവസ്നേഹം നിറഞ്ഞ് കവിയുമ്പോൾ ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ്. മത്സ്യപാനത്തിൻ്റെ പഴയകാല മലയാള പേരെന്തെന്നാണ്? തേറ്റത്തിൻ്റെ പ്രകാരം എന്നാണ്. ആരുടെ തേറ്റമാണ്? തേറുക എന്ന് വെച്ചാൽ കരയുക. ആരുടെ തേറ്റമാണ്? ആത്മാവിൻ്റെ തേറ്റമാണ്. ആരാണ്? കർത്താവേ, നിൻ്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച്
നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ ഉദ്ദീരണങ്ങളാണ്, അർത്ഥവത്തായ. ഇപ്പോൾ നോൻപ് കാലത്ത് പശ്ചാത്താപത്തേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ചെയ്യുന്ന കുരിശിൻ്റെ വഴി, ഇനി നീ ചെയ്യുന്ന സിരിയാപാത പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും, കേൾക്കുന്ന കൂടുന്ന കുരിശിൻ്റെ വഴികളും, അതുപോലെ നീ തരുന്ന ദാനധർമ്മങ്ങൾ, എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവസ്നേഹം നിറയാൻ വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അർത്ഥവത്തായ അനുതാപത്തോട് ദൈവത്തോട് ഐക്യപ്പെടാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.